പിണറായി സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം കേക്ക് കട്ട് ചെയ്യുകയാണ്. മന്ത്രി കെ രാജൻ, കെ കൃഷ്ണൻകുട്ടി, റോഷി അഗസ്റ്റിൻ, കെ വി ഗണേഷ് കുമാറിനെ ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ സംസ്ഥാന സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. തുടർഭരണം തന്നെയാണ് LDF ലക്ഷ്യമിടുന്നത്. ഇന്ന് പ്രതിപക്ഷം കരിദിനം ആഘോഷിക്കുകയാണ്. 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേക്ക് കട്ട് ചെയ്ത് ആ ആഘോഷത്തിന് തുടക്കമിടുകയാണ്. മന്ത്രി പി രാജീവും കടന്നപ്പള്ളി അടക്കമുള്ളവരുണ്ട്. എല്ലാവരും മധുരം നുകർന്ന് ആ ആഘോഷത്തിൻ്റെ ഭാഗമാവുകയാണ്. 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഇനി സർക്കാരിന് മുന്നിലുള്ളത് അടുത്തൊരു തിരഞ്ഞെടുപ്പ് കാലത്തെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ്. തുടർഭരണം കഴിഞ്ഞ 10 വർഷം, ഇനി അടുത്തതും ഒരു തുടർഭരണം തന്നെയാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്, സർക്കാർ ലക്ഷ്യമിടുന്നത്. തിരിഞ്ഞുകയറണേ. സർക്കാരിന്റെ 4ാം വർഷത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളാണ് ഇവിടെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത്. സർക്കാരിന്റെ 4 വർഷത്തിന്റെ വേണ്ടി പറഞ്ഞുകൊണ്ടുള്ള എൻ്റെ കേരളം എല്ലാ ജില്ലകളിലും നടത്തിയത്. എന്തായാലും 4ാം വർഷത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള എല്ലാ തരത്തിലുള്ള പരിപാടികളുടെയും ഭാഗമായിട്ടാണ് നിലവിൽ കുറിച്ചുകൊണ്ടുള്ളതാണ് ഇവിടെ നടക്കുന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള രാമേന്ദ്രൻ, കെ രാജൻ, ഇതിലാണ് മുഖ്യമന്ത്രി ഇവിടെ പങ്കുചേരുകയും ചെയ്തിട്ടുള്ളത്. ആഘോഷം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ മാറ്റം. 2ാം പിണറായി വിജയൻ സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ വാർഷിക ആഘോഷം, അതിൻ്റെ ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതേ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും സന്തോഷ പുരസ്സരം നൽകുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ ന്യൂസ് മലയാളത്തിൻ്റെ ക്രോസ് ഫയറിൽ MV ഗോവിന്ദൻ അടക്കം പറഞ്ഞിരുന്നു, ഇനി 3ാം ഭരണം തന്നെയാണ്, തുടർഭരണം തന്നെയാണ് പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നതും നായകൻ പിണറായി വിജയൻ തന്നെയായിരിക്കുമെന്നും അദ്ദേഹം ക്രോസ് ഫയറിൽ അടക്കം പറഞ്ഞിരുന്നു. ഇന്ന് പ്രതിപക്ഷം UDF കരിദിനമായാണ് ആഘോഷിക്കുന്നത്. സർവ്വതും നഷ്ടപ്പെട്ട ഒരു സർക്കാർ, മുഖം നഷ്ടപ്പെട്ട സർക്കാർ എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചിരിക്കുന്നത്. ഒപ്പം BJPയും വിമർശനം ഉന്നയിച്ച് രംഗത്തുണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ്റെ അടക്കം പ്രതികരണങ്ങളും വന്നിരുന്നു, സർക്കാരിനെതിരായ പ്രതികരണങ്ങളൊക്കെ വന്നിരുന്നു. അങ്ങനെ ഇനിയൊരു തിരഞ്ഞെടുപ്പ് വർഷത്തെ കൂടി അഭിമുഖീകരിക്കാൻ ഒരുങ്ങുകയാണ് 2ാം പിണറായി സർക്കാർ. തീർച്ചയായും അത്യധികം ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് സർക്കാർ ഓരോ നീക്കങ്ങളുമായി, ഓരോ പരിപാടികളുമായി മുന്നോട്ട് പോകുന്നത്. അത് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നും പാർട്ടിയുടെ ചലനങ്ങളിൽ നിന്നും ഒക്കെ അത് വ്യക്തവുമാണ്, സ്വീകരിക്കുന്ന നിലപാടുകളിൽ നിന്നും വ്യക്തമാണ്. മാധ്യമപ്രവർത്തകർക്കടക്കം അദ്ദേഹം സ്നേഹത്തോടെ കേക്ക് കട്ട് നൽകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്.
സൈഫുനീസയുണ്ട് നമുക്കൊപ്പം. സൈഫുനീസ, നേരത്തെ മുഖ്യമന്ത്രി കേക്ക് നൽകി, അത് വാങ്ങിയതൊക്കെ കണ്ടിരുന്നു, പറയാം. ലക്ഷ്മി, മാധ്യമപ്രവർത്തകർക്കെല്ലാം തന്നെ മുഖ്യമന്ത്രി രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ കേക്ക് പങ്കിട്ടിരിക്കുകയാണ്. മധുരം പങ്കിട്ടുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികം ആഘോഷിക്കുന്നത്. ഇത് പെട്ടെന്ന് തീരുമാനിച്ച ഒരു പരിപാടിയാണ്. ഇന്നലെ സിയാലിൽ ഒരു പരിപാടിക്കായി മുഖ്യമന്ത്രി എത്തിയിരുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി സിയാലിൽ തന്നെയാണ്, ഇവിടെ എയർപോർട്ടിലെ 0484 ലോഞ്ചിൽ തന്നെയാണ് തങ്ങിയിരുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ ഒരു പരിപാടി ഇന്നലെ രാത്രി 9 മണിയോടുകൂടി കേക്ക് മുറിക്കൽ ചടങ്ങ് നടത്താം എന്ന് തീരുമാനിക്കുകയും മാധ്യമപ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തത്. ഇന്ന് 9 മണിക്ക് തീരുമാനിച്ച പരിപാടിയാണ്. 9:30 മുഖ്യമന്ത്രി എത്തി. മറ്റ് 6 മന്ത്രിമാരും മന്ത്രിമാരായ പി രാജീവ്, കെ കൃഷ്ണൻകുട്ടി, കെ രാജൻ, മന്ത്രി ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം തന്നെ റോഷി അടക്കമുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രിക്കൊപ്പം കേക്ക് മുറിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു. മന്ത്രിമാർക്ക് കേക്ക് മധുരം പങ്കിട്ട് നൽകിയതിനു ശേഷമാണ് മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും, ക്യാമറാമാൻ അടക്കമുള്ള എല്ലാവർക്കും മുഖ്യമന്ത്രി മധുരം പങ്കിട്ടത്. സന്തോഷകരമായ ഒരു ദിവസം എന്നുള്ളതാണ്. പിന്നീട് മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷേ മുഖ്യമന്ത്രി മറ്റൊന്നും സംസാരിക്കുന്നില്ല. അവിടെ നിന്ന് മടങ്ങുകയാണ്. മന്ത്രിമാരും ഒപ്പം മടങ്ങുകയാണ്. ഇന്ന് തന്നെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് കൊച്ചിയിൽ നിന്ന് മടങ്ങുമെന്നാണ് മനസ്സിലാകുന്നത്. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷത്തിന്റെ കേക്ക് മുറിക്കൽ ശരി സൈഫുനീസ, രണ്ടാം പിണറായി വിജയൻ സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. തുടർഭരണം 10ാം വർഷത്തിലേക്കും 3ാം ഊഴം എന്ന ലക്ഷ്യത്തേക്കുള്ള ഓരോ ദൂരവും താണ്ടുകയാണ് ഇനിയുള്ള ഓരോ ദിവസവും സർക്കാരിന്റെ ലക്ഷ്യം. ഇപ്പോൾ 5ാം വാർഷികത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായുള്ള സർക്കാരിന്റെ 4ാം വാർഷിക പരിപാടികൾ കേക്ക് കട്ട് ചെയ്ത് അതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ.